സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച സർക്കാർ വിവിധ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. ഭരണപരമായ കാര്യക്ഷമത എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് വകുപ്പ് മേധാവികൾ അറിയിക്കണം. ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചേരുകയാണ്. രാജീവ്, സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളിലുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഴുതുകളും അവർ തേടുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്? ഈ തരത്തിലാണ് വിവിധ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട തീരുമാനമെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും. സുരേഷ്, കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. ഓരോ മാസവും കടമെടുത്ത മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം. നമുക്കറിയാം, കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കടമെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇനിയും കടമെടുക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇതിനിടെയാണ് ഏതായാലും സംസ്ഥാനം പുതിയ മാർഗങ്ങൾ തേടുന്നത്. ഏതായാലും വകുപ്പ് മേധാവികൾക്ക് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ചെലവ് ചുരുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം, സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം, ശുപാർശകൾ സമർപ്പിക്കണമെന്ന ഒരു ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ വകുപ്പുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വകുപ്പ് മേധാവികൾക്ക് പുറമെ ആ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ നിർദ്ദേശങ്ങൾ വാങ്ങി അത് സർക്കാരിന് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഈ മാസം 2-ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വകുപ്പ് മേധാവികളുടെ പ്രതിമാസ യോഗം ചേരുന്നു. ഈ യോഗത്തിന്റെ തീരുമാന ഭാഗമായാണ് ഇത്തരത്തിൽ ഈ വകുപ്പ് മേധാവികൾ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ഈ ചെലവ് ചുരുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിലൊരു നിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് ഒപ്പം തന്നെ ഭരണക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാനാകും എന്നത് സംബന്ധിച്ചും വകുപ്പ് മേധാവികൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം നിലവിൽ ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ വകുപ്പ് മേധാവികൾ ഇത്തരമൊരു നിർദ്ദേശം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നികുതി വർധന ഉൾപ്പെടെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളക്കരം വർദ്ധിപ്പിക്കുക, നികുതികൾ ഇനിയും വർദ്ധിപ്പിക്കുക, മദ്യത്തിന് വില കൂട്ടുക, ഇന്ധന സെസ് ഏർപ്പെടുത്തുക, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വകുപ്പ് മേധാവികൾ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരം തീരുമാനങ്ങളിലേക്ക് ഇനി സംസ്ഥാന സർക്കാർ പോകുമോ എന്നാണ്. ഒപ്പം രാജീവ്, ഇവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രിയുടെയും മറ്റ് ധനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു പിടിപ്പുകേട് അത് സമ്മതിക്കുക കൂടിയല്ലേ സംസ്ഥാനത്തെ ഈ പിണറായി സർക്കാർ ചെയ്യുന്നത്? അതായത് ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്ന് പറയുമ്പോൾ അത് സ്വയം ഒരു കുറ്റസമ്മതം കൂടിയാകുന്നുണ്ടല്ലേ? സുരേഷിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായി അത്രയേറെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കടമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. 2000 കോടി രൂപയാണ് ഈ രീതിയിൽ ഈ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് കടമെടുക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എങ്ങനെയും വരുമാനം വർദ്ധിപ്പിക്കുക അത്തരം ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരോട് കൂടി സഹകരണം ഉറപ്പുവരുത്തുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 4 മാസമായി ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. മാത്രമല്ല, വികസന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തും എന്ന ചോദ്യം കൂടി സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ അത്രയേറെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, വരും മാസങ്ങളിൽ എങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകും എന്നതും സർക്കാരിന് മുന്നിൽ ചോദ്യചിഹ്നമാണ്. ഈ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തേടിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ വകുപ്പ് മേധാവികളോട് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ തേടാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. വകുപ്പ് മേധാവികൾ എല്ലാ വകുപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ ശേഖരിക്കണം. ആ നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് നൽകണമെന്ന നിർദ്ദേശം കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഭരണക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം, ഭരണം എങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം, ഇത് സംബന്ധിച്ചും വകുപ്പ് മേധാവികൾ നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചീഫ് സെക്രട്ടറിക്ക് നൽകണം, അല്ലെങ്കിൽ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് നൽകണമെന്ന നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാകും ഈ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരോടും വകുപ്പ് മേധാവികളോടും സർക്കാർ തന്നെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് രാജീവ് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നികുതി വർധന ഉൾപ്പെടെയുള്ള
കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. വകുപ്പ് മേധാവികൾ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം വെക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ ചീഫ് സെക്രട്ടറിക്ക് നൽകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരവസ്ഥ കൂടിയാണ് മുന്നിൽ കാണുന്നതല്ലേ? സുരേഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ വകുപ്പ് മേധാവികളോടും ഉദ്യോഗസ്ഥരോടും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ ചോദിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഓരോ വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ നികുതികൾ വർദ്ധിപ്പിക്കുന്നതും മാത്രമല്ല വാഹന പരിശോധന ഉൾപ്പെടെ നടത്തി ഈ വരുമാനം വർദ്ധിപ്പിക്കുന്നതും മദ്യത്തിന് വില കൂട്ടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കണമെന്നാകും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുക. വകുപ്പ് മേധാവികൾക്ക് അത്തരമൊരു നിർദ്ദേശമാകും നൽകുക. അങ്ങനെയാണെങ്കിൽ വകുപ്പ് മേധാവികൾ ഇത് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ടായി നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് തന്നെ ധനവകുപ്പിന് മുന്നിലേക്കും എത്തും. അങ്ങനെയാണെങ്കിൽ സർക്കാർ അത്തരം കാര്യങ്ങൾ പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അല്ലാതെ സംസ്ഥാനത്തിന് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടമെടുത്താണ് സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടമെടുപ്പ് പോലും ഇനി അനുവദനീയമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ചട്ടം ലംഘിച്ചുള്ള കടമെടുപ്പുകൾ നടക്കില്ല. മാത്രമല്ല കുടിശ്ശിക ഒരു വശത്ത് വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ വാഹനങ്ങൾക്ക് പണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാമായി 2000 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ കുടിശ്ശികയുള്ളത്. സർക്കാർ കരാറുകാർക്ക് ഏകദേശം 3000 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയുണ്ട്. ഏകദേശം 6000-7000 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശിക സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പണം കണ്ടെത്തിയാലും ഈ കുടിശ്ശിക തീർക്കാതെ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പലരും സർക്കാരിന് അന്ത്യശാസനം നൽകി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ തന്നെ ഈ പോലീസ് വാഹനങ്ങൾക്ക് പമ്പുടമകൾ ഇന്ധനം നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്കാണ് പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ധനം നിറച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സർക്കാരിന് കത്ത് നൽകിയിട്ട് പോലും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. 162 കോടി അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചെങ്കിലും 5 കോടി രൂപ മാത്രമായിരുന്നു സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് വീണ്ടും 2000 കോടി കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ എത്തിയത്. അല്ലാതെ നിലവിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് സർക്കാരിന് മുന്നിൽ മറ്റ് വഴികളില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ എത്രയും വേഗം നൽകി തീർത്തില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. ആ സാഹചര്യം മുൻനിർത്തിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നുകൂടി കടമെടുക്കുന്നത്. ഇതിനിടെയാണ് ഇത്തരം ഒരു വിചിത്രമായ നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. അത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നികുതി വർധന ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സുരേഷ്, ഇതിലും വളരെ വിചിത്രമായൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.